എന്താണ് ലാംഗ്വേജ് ഫാമിലി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലോകത്ത് സംസാരിക്കുന്ന ഭാഷകൾ നിരവധിയാണ്. കുറച്ചധികം ലിംഗ്വിസ്റ്റുകൾ ഭാഷയുടെ പരിണാമത്തെയും അതിന്റെ ഉത്ഭവത്തെയും കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഭാഷയുടെ അവിടെ കോമൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പൊതു സ്വഭാവങ്ങളെയും അവയുടെ പരിണാമത്തെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ ഭാഷകളെയും ഓരോ ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബങ്ങളിലാക്കി തരംതിരിച്ചു. ഭാഷകൾക്കെല്ലാം ഈ കുടുംബങ്ങളായി തിരിച്ച ഭാഷകളെല്ലാം ഒരു സിംഗിൾ ആൻസെസ്ട്രിൽ നിന്നോ ഒരു സിംഗിൾ ലാംഗ്വേജിൽ നിന്നോ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്നാണ് ഇവർ പറയാം. ലാംഗ്വേജ് ഫാമിലിക്ക് ഉദാഹരണമാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാംഗ്വേജ് ഫാമിലിയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. ജീസസ് ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഏഷ്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ് ഇത്. നോർത്ത് ഇന്ത്യയിലും യൂറോപ്പിലും സംസാരിക്കുന്ന മിക്ക ലാംഗ്വേജസും ഈ ഫാമിലിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്തിനാ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സൈനോ ടിബറ്റൻ ഓർ ഇൻഡോ ചൈനീസ്, ആഫ്രോ ഏഷ്യാറ്റിക്, അതുപോലെ ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി, ഇതൊക്കെ ലാംഗ്വേജ് ഫാമിലികൾക്ക് ഉദാഹരണമാണ്. ഇതാണ് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്.